Let's go to the next question. Question number 4. Which of the following is the strongest Bronsted base എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഓർമ്മ വരും. അതായത് നമ്മൾ ബേസിക് ക്യാരക്ടറിൻ്റെ ഓർഡർ പഠിച്ചപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റ് അവിടെ പറഞ്ഞിരുന്നു അല്ലേ. അതായത് LLP ഈസ് മോർ ബേസിക് ദാൻ DLP which is more basic than ALP. അപ്പൊ എന്താണ് LLP, എന്താണ് DLP, എന്താണ് ALP? LLP എന്ന വാക്കിന്റെ അർത്ഥം ലോക്കലൈസ്ഡ് ലോൺ പെയർ എന്ന് പറഞ്ഞാൽ അയാൾ റെസണൻസിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അയാൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും ഇരിക്കുകയാണ്. എന്നാൽ ഡീലോക്കലൈസ് മേ ബി ഈസ് ഇൻവോൾവ് ഇൻ ടു റെസണൻസ്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ us to find that loan pair. And ALP, aromatic loan pair. Aromatic loan pair ആണ്. അരോമാറ്റിക് ലോൺ പെയർ എന്ന് പറയുന്ന റെസണൻസിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള വ്യക്തിയാണ്. അപ്പോൾ കംപ്ലീറ്റ് അയാൾ ബിസിയാണ്. അയാൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോൺ പെയർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിനൊക്കെ അങ്ങനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം അല്ലേ. അപ്പൊ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഏറ്റവും ആദ്യം ഹിയർ വി ഹാവ് ലോൺ പെയർ. അപ്പൊ താഴേക്ക് റെസണൻസ് ഉണ്ട്. അപ്പൊ അയാള് DLP ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഓഫ് കോഴ്സ് DLP. രണ്ടാമത്തേൽ നമുക്കറിയാം ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്കും റെസണൻസിൽ പോകാം, ഇങ്ങോട്ടേക്കും റെസണൻസിൽ പോകാം. അപ്പൊ അയാളും DLP ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ സ്ട്രോങ്ങസ്റ്റ് ബേസ് എന്നാണ്. അപ്പൊ സ്ട്രോങ്ങസ്റ്റ് ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ LLP ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. LLP ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ആരിലേക്ക് പോയാൽ മതി, DLPയിലേക്ക് പോയാൽ മതി. പിന്നെ അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ ആ 2 ലോൺ പെയർ ഇറ്റ് ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ദീസ് 2 പൈ ബോൺസ് എന്ന് പറയുമ്പോൾ അവരെന്താണ്, 6 ഇലക്ട്രോൺ ഉള്ള ആരോമാറ്റിക് സിസ്റ്റമാണ്. അപ്പൊ ആ ലോൺ പെയർ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടില്ല. അപ്പൊ ഇയാള് ALP ആണ്. ദിസ് ഇസ് ആരോമാറ്റിക് ലോൺ പെയർ. അപ്പൊ ഇതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് പ്രതീക്ഷിക്കാനേ സാധിക്കുകയില്ല. അപ്പൊ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി, ഇതിൽ ആരാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ബേസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ പിന്നെ യാതൊരു ഡൗട്ടും ഇല്ല, നിങ്ങളുടെ ഓപ്ഷൻ 3 സെലക്ട് ചെയ്തോളൂ. പക്ഷെ ക്വസ്റ്റ്യൻ ഒരിക്കലും ലോവസ്റ്റ് ബേസിക് ക്യാരക്ടർ അല്ല അവർ ചോദിച്ചത്, അല്ലെങ്കിൽ വീക്കസ്റ്റ് ബേസിനെ അല്ല അവർ ചോദിച്ചത്. അവർ ചോദിച്ച ആരെയാ, സ്ട്രോങ്ങസ്റ്റിനെയാണ്. അപ്പൊ സ്ട്രോങ്ങസ്റ്റ് ആരാണ് നോക്കൂ. നമ്മൾ അവസാനത്തെ ഓപ്ഷനിലേക്ക് വരികയാണ്. മക്കളെ, അവസാനത്തെ ഓപ്ഷനിൽ അവിടെ ലോൺ പെയർ ഉണ്ട്. പക്ഷെ ആ ലോൺ പെയറിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ദർ ഈസ് നോ റെസണൻസ്, നോ കോൺജുഗേഷൻ. അപ്പോ നോ റെസണൻസ് എന്ന് പറഞ്ഞാൽ അയാൾ ഡീലോക്കലൈസ്ഡ് അല്ല, പകരം വി ക്യാൻ സേ ദാറ്റ് ലോക്കലൈസ്ഡ്. അപ്പൊ അദ്ദേഹം ലോക്കലൈസ്ഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, വേറെ ആൻസർ നോക്കി അടക്കേണ്ട കാര്യമില്ല. ലോക്കലൈസ്ഡ് ആണ്. ലോക്കലൈസ്ഡ് ലോൺ പെയർ ഓൾവേസ് അവൈലബിൾ അല്ലേ. അപ്പൊ അവിടെ ബേസിക് ക്യാരക്ടർ അല്ലെങ്കിൽ ലോൺ പെയർ കൊടുക്കാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഓപ്ഷൻ 4 സെലക്ട് ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ആൻസർ എന്ത് തന്നെയായിരിക്കും, ഓപ്ഷൻ 4 ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയണം, 4 പറയണം. ഏറ്റവും കുറഞ്ഞ ബേസിക് ആയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ 3 പറയണം. ഇനി നമുക്കുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷനാണ്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒന്നാമത്തേൽ റെസണൻസ് കുറച്ച് കുറവാണ്, രണ്ടാമത്തേൽ റെസണൻസ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പൊ അയാൾ നമുക്ക് അവൈലബിൾ ആവില്ല. അപ്പൊ 1 ആണോ 2 ആണോ കൂടുതൽ ബേസിക് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ അവിടെ 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ വി ഹാവ് ഓപ്ഷൻ 4.